HSA ഇംഗ്ലീഷ് ലീഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട എല്ലാ അധ്യാപകരും നമ്മുടെ മീര മിസ്സും ആനന്ദ് സാറും ഒഴിച്ച് ബാക്കി എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് HSA ഇംഗ്ലീഷ് സിലബസുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു മേഖലയെക്കുറിച്ചൊരു തുറന്ന ഡിസ്കഷൻ ആയാലോ? ഞാനിപ്പം പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ അടുത്ത കാലത്ത് മരിച്ച ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ഉണ്ടല്ലോ ടീച്ചറെ, പിന്നെ നമ്മുടെ ഗീതാ മേത്ത, അതുപോലെ തന്നെ ജയന്ത മഹാപാത്ര, ഗിരീഷ് കർണാടിനെ കുറിച്ചാണ് ഞാൻ പറയാൻ വന്നത്. നമ്മുടെ ഗിരീഷ് കർണാടിൻ്റെ നാഗമണ്ഡല എന്ന് പറയുന്ന ഡ്രാമ നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാഗമണ്ഡലയെ കുറിച്ചുള്ള ഒരു തുറന്ന ഡിസ്കഷൻ ആവാം. ഓരോ ഭാഗം നമുക്ക് കാര്യം ചെയ്തു പോവാം. ഓക്കെ. ആദ്യമായിട്ട് ഒരുപാട് സൂപ്പർസ്റ്റീഷ്യസ് എലമെന്റ്സ് ഉള്ള ഒരു ഡ്രാമയാണ് നാഗമണ്ഡല. അപ്പോൾ ആ സൂപ്പർസ്റ്റീഷ്യസ് എലമെന്റ്സിനെ കുറിച്ച് എന്താണ് ടീച്ചറിന് പറയാനുള്ളത്? ശരിക്കും സർ, സ്നേക്ക് വർഷിപ്പ്, ഷേപ്പ് ഷിഫ്റ്റിംഗ്, അതുപോലെ തന്നെ മാജിക്കൽ റൂട്ട്സ്, ഇത് മൂന്നുമാണ് പ്രധാനമായിട്ട് ഈ ഒരു വർക്കിലുള്ള സൂപ്പർസ്റ്റീഷ്യസ് എലമെന്റ്സ്. കർണാടകത്തിലെ കോസ്റ്റൽ റീജിയൻസിൽ ഭയങ്കര എവിഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ സ്നേക്ക് വർഷിപ്പ് എന്ന്, അതായത് നാഗാരാധന എന്ന് പറയുന്നത്. അപ്പം അതിന്റെ വളരെ ഒരു എലിവേറ്റഡ് ആയിട്ടുള്ള എലമെന്റ്സ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വർക്ക് കൂടിയാണ് നാഗമണ്ഡല. അതുപോലെ തന്നെ ഈ ഒരു പ്ലേയിലെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള റാണിയോട് അപ്പണ്ണ എന്ന് പറയുന്ന അവരുടെ ഹസ്ബൻഡിന് യാതൊരു സ്നേഹവും ഇല്ല. അപ്പൊ ഇത് മനസ്സിലാക്കിയ ഒരു ക്യാരക്ടർ മാജിക്കൽ റൂട്ട്സ് കൊടുക്കുകയാണ്. ഈ മാജിക്കൽ റൂട്ട്സ് കഴിച്ചാൽ റാണിയോട് ഇവർക്ക് സ്നേഹം ഉണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ആക്സിഡന്റലി ഈ മാജിക്കൽ റൂട്ട്സ് ആക്ച്വലി കഴിക്കുന്നത് ഒരു കിങ് കോബ്രയാണ്, അല്ലെങ്കിൽ ഒരു നാഗമാണ്. ആൻഡ് സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. ഇത് കഴിച്ച നാഗത്തിന് ആരോട് സ്നേഹം വരുന്നു? റാണിയോട് ഭയങ്കര സ്നേഹം വരുന്നു. റാണിയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള അപ്പണ്ണയുടെ രൂപം മാറിയിട്ടാണ് ഈ നാഗം, ഈ കോബ്ര റാണിയെ അപ്രോച്ച് ചെയ്യുന്നു. ഇവർ തമ്മിൽ ലവ് മേക്കിംഗ് നടത്തുന്നു. വളരെ സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ട് അതിൽ നിന്ന് റാണി കൺസീവ് ചെയ്യുന്നു. അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പ്ലേയിൽ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഈ രൂപം മാറി വരുന്നുണ്ടല്ലോ, ഈ ഷേപ്പ് ഷിഫ്റ്റിംഗ് പറയുന്നു, അത് വളരെ എവിഡന്റ് ആയിട്ട് പറയുന്നു. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. നമ്മൾ അതിന്റെ നാടകവും ഒറിജിനൽ മൂവി എടുത്തു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് ഡബിൾ റോളിൽ ഇത് ചെയ്തേക്കുന്നത്. 2 അപ്പണ്ണ അപ്പിയർ ചെയ്യുന്നത് നമ്മൾ പലരും കണ്ടിട്ടുണ്ടല്ലോ. അപ്പം അത്തരത്തിൽ വളരെ കൺവിൻസിംഗ് ആയിട്ട് നമ്മളെ ഒരു സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള എലമെന്റ്സ് പ്രസന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ ഒരുപാട് സൂപ്പർസ്റ്റീഷ്യസ് എലമെന്റ്സ് ഉള്ള ഒരു ഡ്രാമ തന്നെയാണ് ഗിരീഷ് കർണാടിന്റെ നാഗമണ്ഡല എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഇതിന്റെ തീമിനെ കുറിച്ചാണ്. ആതിര മിസ് ഇവിടെ ഉണ്ട്. അപ്പൊ ആതിര മിസ്, എന്തൊക്കെ ഒരു തീമല്ല, എന്തായാലും ഒരുപാട് തീമുകൾ വരുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ തീമുകളാണ് നാഗമണ്ഡല ചർച്ച ചെയ്യുന്നത്? സാറ് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് തീമുകൾ, അതിൽ പല ഇന്റർപ്രിട്ടേഷൻസ് വന്നപ്പോൾ പുതിയ പുതിയ തീമുകൾ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളതാണ് നമ്മൾ കാണുന്നത്. ബട്ട് ആക്ച്വലി നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് 3 തീമുകളാണ്. ഒന്നെന്ന് പറയുന്നത് ഫെമിനിസം ആണ്, രണ്ടാമത് പറയുന്നത് അതിലുള്ള ഒരു വിമൺ എംപവർമെന്റിനെ കുറിച്ചാണ്, മൂന്നാമത് പറഞ്ഞത് അതിലെ മിത്തിക്കൽ എലമെന്റ്സിനെ കുറിച്ചാണ്. ഇപ്പം ഓൾറെഡി ആർഷ മാം പറഞ്ഞ കാര്യം തന്നെയാണ് ഈ റൂട്ട്സ് എന്നൊക്കെ പറയുന്നത്, മാജിക്കൽ റൂട്ട്സ്. ഇതൊക്കെ കൂടുതൽ എനിക്ക് തോന്നുന്നു സൂപ്പർസ്റ്റിഷനേക്കാൾ ഉപരി അതിലൊരു മിത്തിക്കൽ എലമെന്റ്സും കൂടെ വരുന്നുണ്ട്. കാരണം ആ ഒരു സമൂഹത്തിൽ ഉണ്ടാവുന്ന അവരുടെ ഒരു ചിന്താഗതിയുടെ, അല്ലെങ്കിൽ അവരുടെ കുറെ ഒരു എന്താ പറയുക, വിചാരങ്ങളുടെ ഒക്കെ ഒരു ആകെത്തുകയായിട്ടാണ് ഈ ഒരു നാടകത്തിലെ ഈ ഒരു എലമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഫെമിനിസം എന്ന് പറയുകയാണെങ്കിൽ ആസ് എ ലേഡി, ആസ് എ വിമൻ, ഷീ ഈസ് ഫേസിങ് ലോട്ട്സ് ഓഫ് ഇഷ്യൂസ് ഇൻ ഹെർ ഹൗസ്. ഈ ഒരു മാരേജ് എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക, നമ്മൾ പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറയുന്ന പോലെ തന്നെയാണ്, കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇവിടെ ഫേസ് ചെയ്യുന്നത് ആൾക്ക് ഒരുപാട് ഇമാജിനേഷൻസ്, നമ്മൾ ഏതൊരു പെൺകുട്ടിയെയും പോലെ ഒരുപാട് സ്വപ്നങ്ങൾ കൊണ്ട് ലൈഫിലേക്ക് വന്നൊരു ലേഡിയാണ് റാണി, നമ്മുടെ പ്രോട്ടഗോണിസ്റ്റ്. ബട്ട് ഇവിടെ സംഭവിക്കുന്നത് അതിൻ്റെയൊക്കെ നേർവിപരീതമാണ്. ആക്ച്വലി ഇദ്ദേഹത്തിന് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ അപ്പണ്ണയ്ക്ക് ഇതിലുണ്ട്. അപ്പം ഷീസ് ലൈക്ക്, അവള് ശരിക്കും അവിടെ ഒരു സെർവൻറ്റിനെ പോലെ ആയി പോവുകയാണ്, അല്ലെങ്കിൽ ഹി ട്രീറ്റ്സ് ഹർ ലൈക്ക് എ സെർവൻറ്റ്. അപ്പം ഇതൊക്കെയും ഇതിൽ നിന്നൊക്കെ ഒരു ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് ഈ മാജിക്കൽ റൂട്ട്സ് കിട്ടുകയും അതിൽ നിന്ന് അപ്പണ്ണ ആയിട്ട് ആ നാഗം വരുന്നത് ആ ഒരു മൊമെന്റിലാണ്. അപ്പം നാഗം ശരിക്കും അവളെ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു മൊമെന്റിലാണ് ഒരു ലവ് തോന്നുന്നതിന് മുന്നേ ആയിട്ട് അവളെ യൂസ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റാണി എന്ന് പറഞ്ഞ ക്യാരക്ടർ അപ്പോഴും നാഗമായിട്ടല്ല കാണുന്നത്, അപ്പണ്ണ സ്വന്തം ഹസ്ബൻഡാന്ന് വെച്ചിട്ടാണ് അവൾ പെരുമാറുന്നതും, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ കൺസീവ് ആവുന്നത് വരെയും ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് ഒക്കെ അങ്ങനെയാണ്. ഇനി ഇതിൽ വിമൺ എംപവർമെന്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഉണ്ടാവുന്നതും ഇവരുടെ ചേസിസ്റ്റേ ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ അവസാനമാകുമ്പോൾ അപ്പണ്ണ, ഒറിജിനൽ അപ്പണ്ണ ഈ കുട്ടി തൻ്റെതല്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അവസാനം അവിടെയും സ്വയം തെളിയിക്കപ്പെടേണ്ട ഒരവസ്ഥയിലേക്ക് മാറുകയാണ് പല സ്ഥലങ്ങളിലും. അപ്പൊ നമുക്കിതൊക്കെ കുറെ മിത്തോളജിക്കൽ എലമെന്റ്സും ഫെമിനിസവും അതുപോലെ തന്നെ വിമൺ എംപവർമെന്റിന്റെ ഒക്കെ ഒരു എക്സ്ട്രീം ലെവലായിട്ട് തന്നെയാണ് കർണാടക ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ മെയിനായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്ന 3 തീമുകൾ ഇതാണ് സാർ. ഓക്കെ, ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നാഗമണ്ഡല കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട തീമുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1 മിത്തോളജിയാണ്, 2 വിമൻ എംപവർമെന്റ്, ഇതിലൊക്കെ ഉപരിയായിട്ട് ഫെമിനിസവും കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട്. ഇനി എടുത്തു പറയാനുള്ളത് കഥാപാത്രങ്ങളെ കുറിച്ചാണ്. ഒരുപാട് കഥാപാത്രങ്ങളൊന്നും ഉള്ള ഒരു ഡ്രാമയല്ല
നാഗമണ്ഡലം. നമുക്കെല്ലാം അറിയാം, പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് വരുന്നത് റാണിയാണ്, റിയൽ പ്രോട്ടാഗണിസ്റ്റാണ്. ആ റാണി എന്ന് പറയുന്നത് ഒരു നാട്ടിൻപുറത്ത് വളർന്ന ഒരു പെൺകുട്ടിയാണ്. അച്ഛൻ്റെ അമ്മയെ സ്നേഹം അറിഞ്ഞു വളരുന്ന ഒരു ഒറ്റ മകളാണ് റാണി. റാണിക്ക് വിവാഹത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. റാണി ഹസ്ബൻഡിനെ കുറിച്ച് ഒരുപാട് കോൺസെപ്റ്റുകളൊക്കെ ആയിട്ടാണ് റാണി മുന്നോട്ട് പോകുന്നത്. പിന്നീട് വരുന്ന റാണിയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന അപ്പണ്ണ എന്ന് പറയുന്ന കഥാപാത്രമാണ്. അപ്പണ്ണ സത്യം പറഞ്ഞാൽ നാടകത്തിൽ ഡബിൾ റോളാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. നാഗ എന്ന് പറയുന്ന കഥാപാത്രം നാടകത്തിൽ വരുന്നില്ലെങ്കിൽ പോലും നാഗയുടെ പ്രസൻസ് നമ്മൾ അറിയുന്നത് അപ്പണ്ണയുടെ രൂപത്തിലാണ്. അപ്പോൾ എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങൾ. അതിനകത്ത് റാണി തന്നെ പറയുന്നുണ്ട്, പകൽ സമയത്ത് ഒരു സ്വഭാവം, രാത്രി സമയത്ത് മറ്റൊരു സ്വഭാവം. പക്ഷെ റാണി വിചാരിച്ചിരിക്കുന്നത് രണ്ടും അപ്പണ്ണയാണെന്നാണ്. പക്ഷെ യഥാർത്ഥ അപ്പണ്ണയല്ല, മറിച്ച് രാത്രി വരുന്ന കഥാപാത്രം ഈ നാഗയാണ് അപ്പണ്ണയുടെ രൂപത്തിൽ വരുന്നത്. പിന്നീട് പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിട്ട് വരുന്നത് കുരുദവ്വ എന്ന് പറയുന്ന കഥാപാത്രമാണ്. ഒരുപാട് പ്രായം ചെന്ന ഒരു സ്ത്രീ കഥാപാത്രം. അവർ ബ്ലൈൻഡാണ്. അവര് യഥാർത്ഥത്തിൽ ഈ അപ്പണ്ണയെ എടുത്തു വളർത്തിയ ഒരു സ്ത്രീ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പണ്ണയുടെ ഫാദറിന്റെ ഒരു ഓൾഡ് ഫ്രണ്ടാണ് ഇവര് യഥാർത്ഥത്തിൽ റാണിക്ക് ഈ ഭർത്താവിൽ നിന്ന് ഏൽക്കുന്ന മാനസിക സമ്മർദ്ദത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു മോറൽ സപ്പോർട്ട് കൂടി ഈ സ്ത്രീ കൊടുക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് ഈ കഥയിലെ റൂട്ട് കൊടുക്കുന്നത് രണ്ട് മാജിക് റൂട്ട് കൊടുക്കുക. ഭർത്താവിന് ഇവളോട് സ്നേഹം വരാൻ വേണ്ടി 2 മാജിക് റൂട്ട് റാണിക്ക് സപ്ലൈ ചെയ്യുന്നതും റാണിയെ ഇത് ഭർത്താവിന് കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നതും കുരുദവ്വ എന്ന് പറയുന്ന കഥാപാത്രമാണ്. അതുകൊണ്ട് തന്നെ കഥയിൽ ഒരു ടേണിംഗ് പോയിന്റും ഇവരിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറയാം. അങ്ങനെ വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമുള്ള ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു കഥ, ഒരു ചെറിയ സംഭവത്തെ ആസ്പദമാക്കിയുള്ള ഒരു കഥ തന്നെയാണ് ഈ നാഗമണ്ഡലം എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് മറ്റുള്ള കാര്യങ്ങൾ, ഇതിനകത്ത് നമ്മളിനി ഡിസ്കസ് ചെയ്യാത്ത കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അതിന് നമ്മളോടൊപ്പം ശ്രീലക്ഷ്മി മിസ് ഉണ്ട്. മിസ്സിലേക്ക് പോകുന്നു. സർ, ഈ ഒരു ഡ്രാമയുടെ ഇനിഷ്യലി ഒറിജിനൽ ആയിട്ട് ഇത് എഴുതിയിരിക്കുന്നത് കന്നഡ ലാംഗ്വേജിലാണ്, കന്നഡ സാഹിത്യത്തിലാണ് ഇത് ഒറിജിനൽ ആയിട്ട് എഴുതിയിരിക്കുന്നത്. പിന്നീട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇംഗ്ലീഷിലേക്ക് പിന്നീട് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്. കാരണം ഗിരീഷ് കർണാട് നമുക്കറിയാം, ഒരു കന്നഡ റൈറ്ററാണ്, പ്ലേ റൈറ്റാണ്. അപ്പോൾ കന്നഡയിലാണ് ഇതിൻ്റെ ഒറിജിനൽ വേർഷൻ എഴുതിയിരിക്കുന്നത്. പിന്നീട് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ AK രാമാനുജൻ, നമുക്കറിയാം ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള AK രാമാനുജൻ, അദ്ദേഹത്തിൻ്റെ കന്നഡ ഫോക്ലോറിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ്, അതിൽ നിന്നാണ് ഇതിൻ്റെ ഒരു പ്ലോട്ട്, ഇതിൻ്റെ ഒരു ത്രെഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് തന്നെയാണ്. AK രാമാനുജൻ്റെ കന്നഡ ഫോക്ലോറിൽ നിന്നാണ് ഇതിൻ്റെ ആ ഒരു എസെൻസ്, ആ ഒരു ത്രെഡ് പ്ലോട്ടായിട്ട് ഈ ഒരു നാഗമണ്ഡലയിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്റ്റോറി വിത്തിൻ എ സ്റ്റോറി, നമുക്കറിയാം ഹാംലെറ്റിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ സ്റ്റോറി വിത്തിൻ എ സ്റ്റോറി എന്നുള്ള ആ ഒരു പ്ലോട്ടാണ്, ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഡ്രാമയിൽ സ്റ്റോറി വിത്തിൻ എ സ്റ്റോറി ഉണ്ട്. അതുപോലെ മെറ്റാ തിയേറ്ററിക്കൽ എലമെന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്പെഷ്യാലിറ്റീസ് ഒക്കെയുള്ള ഈ ഒരു വളരെ നല്ല ഒരു പ്ലേ തന്നെയാണ് ഗിരീഷ് കർണാടിൻ്റെ നാഗമണ്ഡല. തീർച്ചയായിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഒത്തുകൂടിയപ്പം ഒരു ചെറിയ ഡിസ്കഷൻ, അതായത് ഇംഗ്ലീഷ് സിലബസുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടുള്ള ഡിസ്കഷനാണ് ഉദ്ദേശിച്ചത്. ഇനിയും ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ ഡിസ്കഷനുമായിട്ട് വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. അതിലുപരി HSA ഇംഗ്ലീഷ് ഒരു വലിയ അവസരമാണ്. 2025 നമ്മൾ ആദ്യം നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്ന ഒരു കോഴ്സാണ്. അതിൻ്റെ കോഴ്സ്, അതായത് നോർമൽ ബാച്ചും മെൻറ്റർഷിപ്പ് ബാച്ചുകളും എൻട്രിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് കോഴ്സ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഒരു ടീം ഇനിയും എത്താനുണ്ട്. മീര മിസ് കഴിഞ്ഞ വർഷം ലീഡ് ചെയ്ത് നമ്മുടെ പ്രഗത്ഭയായ അധ്യാപക മീര മിസ് നമ്മുടെ കൂടെ ഇപ്പോൾ ഇല്ല. ടീച്ചർ ഉടനെ തന്നെ ജോയിൻ ചെയ്യും. അതുപോലെ തന്നെ ഫോണറ്റിക്സ് ലിംഗ്വിസ്റ്റ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ആനന്ദ് സാറുണ്ട്. ഒരുപാട് അധ്യാപകർ നിങ്ങളുടെ മുമ്പിലേക്ക് ഇനിയും വരാനുണ്ട്. അപ്പം ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഭാഗമാകാം. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ക്ലാസ് നിങ്ങൾക്ക് തരാൻ കഴിയും. ഓരോ മേഖലയും കൈകാര്യം ചെയ്യാൻ ഓരോ അധ്യാപകരാണ്, അല്ലാതെ എല്ലാവരും എല്ലാ മേഖലയും എടുക്കുന്നില്ല. ഓരോ പ്രത്യേകം ഭാഗം ഓരോരുത്തർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം അധ്യാപകരെല്ലാം ക്വാളിഫൈഡ് ആണ്. അതുമാത്രമല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ക്ലാസ് നിങ്ങൾക്ക് നൽകാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന്, വേറൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവരുത്, എത്രയും പെട്ടെന്ന് ഈ കോഴ്സിൻ്റെ ഭാഗം ആകുക. HSA എന്ന് പറയുന്ന നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക്, HSA ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു അധ്യാപകനാകുക എന്ന് പറയുന്ന നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തിച്ചേരുക. അതിന് ഞങ്ങൾ നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാകും. നന്ദി.